സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭാ പുരസ്കാര ജേതാവ് ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ മുഹമ്മദ് ഷമീറിനെ ആദരിച്ചു. കായംകുളം സാഗേ സ്പെഷ്യൽ സ്കൂളിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മികച്ച സാമൂഹ്യ പ്രവർത്തകന് നൽകുന്ന സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭാ പുരസ്കാരം നേടിയ ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീറിനാണ് ആദരവ് നൽകിയത്. സാഗേത് സ്പെഷ്യൽ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. കായംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു. ആരാണോ കരുതൽ ആവശ്യപ്പെടുന്നത്, അത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായിട്ടുള്ള ജനങ്ങൾ അതാരായിരുന്നാലും അവിടെ അദ്ദേഹം ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അത് പ്രായം ചെന്ന ആരോരും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളായിരുന്നാൽ അവരുടെ അടുത്ത് ഉണ്ടാകും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നത്തെ ഇപ്പോൾ ഒരു മാധ്യമത്തിലെ ചിത്രം എന്നെ അദ്ദേഹം കാണിച്ചു. ഇപ്പം ഞങ്ങൾ തമ്മിൽ ഇരിക്കുമ്പോൾ കാണിച്ചു. ഇന്നലെ ഒരു യാത്രയയപ്പ് ഉണ്ടായിരുന്നു. ആ യാത്രയയപ്പ് എന്ന് പറയുന്നത് തെലങ്കാന സ്വദേശിയായിട്ടുള്ള ഒരു യുവതി 2022 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ റെയിൽവേ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർ ഷെൽട്ടർ ഹോമിലാക്കിയിട്ട് ആ യുവതിയെ ഗാന്ധിഭവനിൽ എത്തിച്ചു. ഗാന്ധിഭവനിൽ 3 വർഷക്കാലം അവിടെ സുരക്ഷിതമായി കഴിഞ്ഞ ആ യുവതിയെ ഇന്നലെ ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടക്കി അയച്ചു. ആ മടക്കി അയക്കുമ്പോൾ ഇവിടെ നിന്ന് ഷമീറിനോടൊപ്പം ഞാനടക്കം കായംകുളത്തെ ഡിവൈഎസ്പിയും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ അതിൽ പങ്കെടുത്തു. സ്കൂൾ മാനേജർ രേവമ ഷാജി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സന്തോഷ് കുമാർ, അനിത സിദ്ധാർത്ഥ, ഷാജഹാൻ, നൌഷാദ്, അക്കോക്ക് കായംകുളം മണ്ഡലം പ്രസിഡന്റ് നാസർ പുല്ലുകുളങ്ങര, സെക്രട്ടറി ഷാനവാസ്, ജിജോ ജീവൻ, റോസമ്മ, സാകേത് സ്കൂൾ വിദ്യാർത്ഥികൾ, ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.